സ്വന്തം സഹോദരനെ കിണറ്റിൽ പോലും വലിച്ചെറിഞ്ഞ ഒരു യഹൂദ, ആ ഗോത്രത്തിന്റെ ആ വ്യക്തിയുടെ കുലത്തിൽ നിന്നും ക്രിസ്തു വെളിപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അതിന് കാരണം? നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും, എനിക്ക് ബോധിച്ചവനെ, എനിക്ക് പരമ അധികാരമുണ്ട്. ദൈവം പറയും, ഞാൻ പരമ അധികാരിയാണ്, എനിക്ക് ബോധിച്ചവനെ ഞാൻ അനുഗ്രഹിക്കും. അത് നല്ലൊരു ഉത്തരമാണ്. കാരണം ബിബ്ലിക്കലി അല്ലെങ്കിൽ തിയോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഉത്തരം മതി. കാരണം ദൈവത്തിന് ഒരു പരമാധികാരമുണ്ട്. സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തിന് തനിക്ക് ബോധിച്ചവനെ എടുത്ത് മാനിക്കാൻ, അനുഗ്രഹിക്കാൻ, ഉയർത്താൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് പേരെ ദൈവം ഒരു യോഗ്യതയില്ല, ക്രമം തെറ്റി ദൈവം ചിലരെയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ക്രമം തെറ്റി കർത്താവ് നമ്മളോട് പറയുന്ന ദൈവിക ആലോചന എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ തൊടാൻ പോവുകയാണ്. റിജക്റ്റ് ചെയ്ത ചില വ്യക്തികൾ, മനുഷ്യരാലും പല സാഹചര്യങ്ങളാലും ഉപേക്ഷിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, റിജക്റ്റ് ചെയ്യപ്പെട്ട ചില വ്യക്തികൾ ഇതിനകത്തിരിക്കുകയാണെങ്കിൽ ആത്മാവ് പറയുന്നു, നിന്നിലൂടെ ദൈവം ചില വിശിഷ്ടമായ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.